നമുക്ക് ഒരു ചെറിയ വീട് വയ്ക്കണം. പഴയ മോഡലൊക്കെ മാറ്റി കോൺക്രീറ്റ് ഇട്ട് ഒരു ടെറസ് വീട്. അത് മിക്കവാറും എല്ലാവരുടെയും ഒരു മോഹമായിരിക്കും. അപ്പോൾ നാം എന്ത് ചെയ്യും? ഓടിപ്പോയി ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ കടമെടുക്കും ചെറിയൊരു വീട് വയ്ക്കാൻ. എന്തായാലും നമുക്കിപ്പോൾ ചെറുതായിട്ട് തൽക്കാലം ജീവിക്കാനൊരു ചെറിയ വീടുണ്ട്. അത് ചിലപ്പോൾ വാല മേഞ്ഞതായിരിക്കാം, ഷീറ്റിട്ടതായിരിക്കാം, അതല്ലെങ്കിൽ പഴയ പാരമ്പര്യമായി നമുക്ക് കിട്ടിയതെങ്കിലും ഒരു വീടായിരിക്കാം. ഒരു കുഞ്ഞു വീട് നമുക്കിപ്പോൾ ഉണ്ട്. എന്നാലും നല്ലൊരു വീട് വയ്ക്കണം എന്ന് എല്ലാവർക്കും മോഹം ഉണ്ടാവും. നമ്മൾ ഓടിപ്പോയി 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്ത്. അപ്പോൾ നമുക്ക് ഏതാണ്ട്, എൻ്റെ ഒരു ചെറിയ കണക്കുകൂട്ടലാണ്, എനിക്ക് അതിനെക്കുറിച്ച് ശരിക്കറിയില്ല, 10 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം 15,000 രൂപയെങ്കിലും അടയ്ക്കേണ്ടി വരും. മുതലും ബാങ്കിൽ നിന്ന് പലിശ മാത്രം അടച്ചാൽ പോരല്ലോ, നമുക്ക് മുതലിൻ്റെ പലിശയൊക്കെ ഷെയറൊക്കെ അടയ്ക്കേണ്ടി വരും. മുതലും പലിശ അടയ്ക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു 15,000 രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഓടിപ്പോയി ബാങ്കിൽ നിന്ന് 10 ലക്ഷം എടുത്ത് കടബാധ്യതയിലാകാതെ, എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി അടച്ചില്ലെങ്കിൽ അവർ കാർ ഓടിച്ച് ബാങ്കിൽ വരും. അവർ സ്വന്തം കാറിലായിരിക്കില്ല മിക്കവാറും പറഞ്ഞത്, ടാക്സിയിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളിൽ നിന്നും കാർ ഓടിയതിൻ്റെ വാടക, അവരുടെ മറ്റ് എല്ലാ എക്സ്പെൻസുകളും നമ്മളിൽ നിന്ന് ഈടാക്കും. നമ്മുടെ മാനസികമായി തകരും. അതിനേക്കാൾ നമുക്ക് ഉത്തമം നമ്മൾ ഈ അടയ്ക്കുന്ന 15,000 രൂപ മാസം എന്തായാലും കൃത്യമായി ബാങ്കിൽ അടയ്ക്കണമല്ലോ. നമ്മളൊരു കൃത്യനിഷ്ഠ വെച്ച് മാസം 15,000 രൂപ ഇവിടെ വർക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഏതായാലും നിങ്ങൾ 5 ലക്ഷം രൂപ എടുത്ത് 10 ലക്ഷം രൂപ എടുത്ത് കെട്ടണം വെച്ചാൽ അതിൽ നിന്ന് ആദായം കിട്ടാൻ പോകുന്നില്ല മാസം അടയ്ക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ 10 ലക്ഷം എടുത്ത് വീട് വെച്ചു, നിങ്ങൾ മാസം 15,000 രൂപ അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആ ലോൺ എടുക്കാതെ ഈ മാസം അടയ്ക്കേണ്ട 15,000 രൂപ നമ്മൾ മാസം മാസം പണിതാൽ മതി. കുറച്ച് നമ്മുടെ അധ്വാനം വരും. ആ കാലപ്പഴക്കം മാസം കുറേ മാസങ്ങളെടുക്കുമല്ലോ വീട് ഫിനിഷാവാൻ. നമ്മൾ ഈ ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ കൊണ്ട് നമ്മൾ കുറേശ്ശെ വീട് ശരിയാക്കുമ്പോൾ നമുക്ക് കുറേ ടൈം കിട്ടും. ആ സമയത്ത് നമ്മുടെ അധ്വാനം കൂടെ വരും. അപ്പോൾ നമുക്കവിടെ കുറച്ച് ലാഭം ഉണ്ടാവും. നമ്മുടെ ശാരീരിക അധ്വാനവും, ഒരു ദിവസങ്ങളിൽ ജോലിയുള്ള ആളാണെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ശാരീരിക അധ്വാനമൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് കുറച്ച് ലാഭം കിട്ടും, സമയം കിട്ടും. ഈ മാസം കൊണ്ട് 15,000 രൂപ ബാങ്കിൽ അടയ്ക്കേണ്ട സമയത്ത് ആ തുകയ്ക്ക് നമ്മൾ വീട് പണിതുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് അത് ഫിനിഷാവും. നിങ്ങൾ കൃത്യമായി അത് പണിതുകൊണ്ടിരുന്നാൽ മതി. ഈ 15,000 രൂപ ഒന്ന് മുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ കിടത്തി ഉറക്കില്ല. നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ മോശക്കാരാകും, നമ്മൾ അപമാനിതരാകും. അതൊക്കെ വെച്ച് കണക്കാക്കുമ്പോൾ എനിക്ക് ഉചിതം എന്ന് തോന്നുന്നത് ഒരു ചെറിയ ഉപദേശം. നമ്മൾ ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കി. വീട് വയ്ക്കാൻ തയ്യാറായി നിൽക്കുന്നവർ അത് ഗുണം ചെയ്യുമോ എന്ന് നോക്കി.
ഉറപ്പായിട്ടും ഗുണം ചെയ്യും. കഴിവതും ഒഴിവാക്കുക. ഓക്കെ, പിന്നൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.